വൈറ്റ് ഹൌസിലുണ്ടായ പ്രധാന യോഗത്തിൽ നിന്ന് ട്രംപ് ഇറങ്ങിപ്പോയതോടെ US-ഇറാൻ കരാർ അനിശ്ചിതത്വത്തിൽ. വെള്ളിയാഴ്ച നടന്ന യോഗത്തിന് മുന്നോടിയായി ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വെടിനിർത്തൽ നീട്ടുന്ന കരാറിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും തുറക്കുന്നത് ഉൾപ്പെടുമെന്ന് അറിയിച്ചിരുന്നു. ഇറാനുമായുള്ള കരാറിനെ കുറിച്ചുള്ള തീരുമാനത്തിനായി ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നിരുന്നു. അത് ഫലമില്ലാതെയാണ് പിരിഞ്ഞത്. 2 മണിക്കൂർ നീണ്ട യോഗത്തിൽ നിന്ന് ഒരു തീരുമാനവും എടുക്കാതെ പ്രസിഡന്റ് ഇറങ്ങിപ്പോയെന്ന് ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ആണവ ബോംബ് ഒരിക്കലും വികസിപ്പിക്കില്ലെന്ന ടെഹ്റാന്റെ പ്രതിബദ്ധതയും അമേരിക്കയ്ക്ക് സമ്പുഷ്ട യുറേനിയം നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതും ഒരു കരാറിനുള്ള വാഷിംഗ്ടണിന്റെ പ്രധാന വ്യവസ്ഥകളിലൊന്നാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇറാൻ ആ നിബന്ധനകളെ ആവർത്തിച്ച് എതിർത്തിട്ടുണ്ട്. ട്രംപ് തന്റെ റെഡ് ലൈൻ തൃപ്തിപ്പെടുത്തുന്ന കരാറിൽ മാത്രമേ ഒപ്പുവെക്കുകയുള്ളൂവെന്നും ടെഹ്റാന്റെ ആണവ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുമെന്നും പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. US-ഇറാനിയൻ ചർച്ചകൾ താൽക്കാലിക കരാറിൽ ധാരണയായതായി നിരവധി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് ഒരു ദിവസത്തിന് ശേഷമാണ് ട്രംപ് തന്റെ സഹായികളുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ ഉന്നതതല ചർച്ചകൾ ഫലവത്താകാതെ പോയത്. ഇറാന്റെ തർക്കത്തിലുള്ള ആണവ പദ്ധതിയെക്കുറിച്ച് പുതിയ ചർച്ചകൾ നടക്കുന്നതിനാൽ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടുന്നു എന്നതാണ് കരാർ. വെള്ളിയാഴ്ച വൈറ്റ് ഹൌസ് സിറ്റുവേഷൻ റൂമിൽ നടന്ന യോഗത്തിന് മുൻപ് ഇറാനുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. അവരുടെ കൈവശം ഒരിക്കലും ആണവായുധമോ ബോംബോ ഉണ്ടാകില്ലെന്ന് ഇറാൻ സമ്മതിക്കണം, ട്രംപ് കുറിച്ചു. അന്താരാഷ്ട്ര നാവിഗേഷനും എല്ലാ കടൽ ഖനികൾക്കും വേണ്ടി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.